അതിൽ നിന്ന് ഞാൻ വിറ്റ് കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ തുകയും തമ്മിൽ ചെലവ് മൈനസ് ചെയ്ത് എനിക്ക് കിട്ടുന്നതാണ് അതിന്റെ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അതാണ് മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് ആണിക്കല്ലായിട്ടുള്ളത്. അതാണ് മുതലാളി വളരുന്നത്. അതുകൊണ്ട് അത് മുതലാളിക്ക് അവകാശപ്പെട്ടതല്ല, അത് തൊഴിലാളിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നത്. അത്രമാത്രം ചൂഷണത്തിന് വിധേയമായ യൂറോപ്പിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കമ്മ്യൂണിസം വളർന്നു പന്തലിക്കുന്നത്. മാർക്സ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകം, 10-16 പേജുള്ള ഒരു കൊച്ചു പുസ്തകത്തിലാണ് ഈ സിദ്ധാന്തം ഒരു പ്രത്യയശാസ്ത്രമായി കമ്മ്യൂണിസം എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുന്നത്. ലോകത്ത് ചെറിയ ചലനങ്ങൾ ഉണ്ടായി കമ്മ്യൂണിസത്തിന് അനുകൂലമായി. കാരണം അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് കുത്തക മുതലാളിമാർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ അത് ചില രാജ്യങ്ങളിൽ ചില സമയത്ത് സ്വീകാര്യമായിരുന്നു. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പോക്കറ്റുകളിലൊക്കെ കമ്മ്യൂണിസം വന്നെങ്കിലും ലോകത്ത് ഒരു വിശാലർത്ഥത്തിൽ ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വരുന്നത് 1917 റഷ്യയിലാണ്. കമ്മ്യൂണിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കമ്മ്യൂണിസത്തിന്റെ TP വധവുമായി ബന്ധപ്പെട്ട കൊലപാതക രാഷ്ട്രീയമൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ആശ്ചര്യമുണ്ടാകും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തിന്റെ മുഴുവൻ ചരിത്രം പഠിക്കുമ്പോൾ ഒരാളെയോ രണ്ടാളെയോ കൊല്ലുക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൽ ഒരു ചെറിയ കാര്യമാണ്. അത് കൊലപാതകമല്ല, അത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന്റെ മാർഗത്തിലുള്ള സംഭവവികാസങ്ങൾ മാത്രമാണ്. ലോകത്തൊരിക്കലും കമ്മ്യൂണിസം ബാലറ്റ് പട്ടികയുടെ അധികാരത്തിൽ വന്നിട്ടില്ല. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പട്ടികയിലൂടെ അധികാരത്തിൽ വന്നത് 1957 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റാണ്. ഇന്ന് ലോകത്ത് തന്നെ ആദ്യമായി ബാലറ്റ് പട്ടികയിലൂടെ ജനാധിപത്യത്തിലൂടെ രണ്ടാൾ മത്സര രംഗത്ത് വന്നുകൊണ്ട് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലറ്റ് പട്ടികയിലൂടെ അധികാരത്തിൽ വരുന്നത് EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അക്രമത്തിലൂടെയാണ്, വിപ്ലവത്തിലൂടെയാണ്. അധികാരം പിടിച്ചെടുക്കുന്ന നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൂ. ലോകത്ത് എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നു അവിടെയെല്ലാം കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്, കൂട്ടക്കൊലകൾ അരങ്ങേറിയിട്ടുണ്ട്. സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയ പട്ടാളം അവിടെയുള്ള ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കാലുകൾ കീറിക്കൊണ്ട് വലിച്ചെറിഞ്ഞെന്ന് കോട്ടയിൽ നിന്ന് പുറത്തേക്ക്. അത്രമാത്രം ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയാണ് റഷ്യയിൽ അവർ അധികാരത്തിലെത്തിയത്. അതുപോലെ തസ്കന്റിലെയും അതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെയും അതുപോലെ അൽബ്രൂനിയിലെയും ഒക്കെ വിപ്ലവകാരികൾ ചെന്നുകൊണ്ട് അവിടെയുള്ള പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും നിഷ്ഠൂരമായി കൊന്ന ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് ഈ കണ്ണൂരിലെ 2-3 കോൺഗ്രസ്സുകാരെ ഒക്കെ വെട്ടിക്കൊല്ലുക എന്നുള്ളത് വളരെ ചെറിയ കാര്യമാണ്. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ല. ഈ 1917 റഷ്യയിൽ വിപ്ലവം നടന്നതിന് ശേഷം 3ാം കമ്മ്യൂണൽ ഇന്റർനാഷണൽ കമ്മ്യൂണൽ നടന്നത് റഷ്യയിലാണ്. 1919 റഷ്യയിൽ വെച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇന്റർനാഷണൽ കമ്മ്യൂണലിന്റെ 3ാം കമ്മ്യൂണൽ ഇന്റർനാഷണൽ നടന്നത് റഷ്യയിൽ വെച്ചാണ്. അതിൽ കേരളത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള MN റോയ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അതിൽ പങ്കെടുത്തിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ റഷ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസം വ്യാപിപ്പിക്കുവാൻ വേണ്ടി 1917 വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ലെനിന്റെ ഗവൺമെന്റ് 1919 റഷ്യയിലെ മോസ്കോവിൽ വെച്ച് നടന്ന 3ാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിലേക്ക് ഇന്ത്യയിൽ നടക്കം പ്രതിനിധികളെ ക്ഷണിച്ചു. അവിടെ വെച്ചാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുവാനും പ്രചരിപ്പിക്കുവാനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ആദ്യത്തെ പദ്ധതി ഇട്ടത് 1919 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോസ്കോ സമ്മേളനത്തിൽ വെച്ചാണ്. അങ്ങനെയാണ് MN റോയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരായ ചില കമ്മ്യൂണിസ്റ്റ് അനുകൂലികളും ചേർന്നുകൊണ്ട് 1925 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നത്. 1925 CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ പുറത്തു പോകാതെ ഏകദേശം 1945 വരെ കോൺഗ്രസിന്റെ അകത്ത് നിന്നായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ. EMS അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കൾ കോൺഗ്രസ്സുകാരായിരുന്നു. 1945 കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കുന്നത്. 1925 രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ചില പോക്കറ്റുകളിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചു. കാര്യമായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഏകദേശം 1942 സമയമാകുമ്പോൾ റഷ്യയും അതുപോലെ ബ്രിട്ടനും തമ്മിൽ കുറേശ്ശെ അടുക്കുന്നത്. 1942 റഷ്യയെ ഹിറ്റ്ലർ ആക്രമിക്കുകയാണ്. ഹിറ്റ്ലർ ആക്രമിക്കുന്നതോടുകൂടി ഹിറ്റ്ലർക്കെതിരായി
ഒരു സഹായം തേടിക്കൊണ്ട് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിന്റെയും ഭാഗത്തേക്ക് റഷ്യ അടുക്കുകയും ഇംഗ്ലണ്ടും റഷ്യയും ഒരേ